928 അദ്ദേഹം എഴുതിയതാണ് ബദരീങ്ങളെ കുറിച്ചൊരു പാട്ട്. കുത്തുബുഷുഹദാക്കളിലും ബന്ദാർ, ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിഷ. കുത്തുബുഷുഹദാക്കളിലും ബന്ദാർ, കുത്തുബുല്ലഖ്താബ എനിക്ക്, കുത്തുബുഷുഹദോര തണിക്ക്, കുത്തുബിങ്കള തേട്ട മധുക്ക്, ഇറസുൽ നബിയാം കബുലാക്കി ബദർ പടപൊരുതടി മുന്നണി സൂത്രം. ചതുർപുറമിലെ സഹബുകളണി നേത്രം, കുരുടഭുജകളുടെ പടകൊടുമേത്രം. അങ്കിങ്കും പൊങ്കും പടപൊങ്കിങ്കും സംഘൃത പരിമുടിലങ്കൃതമായി കാണും എന്ന് പറയുന്ന നല്ലൊരു കെസ് പാട്ട് അദ്ദേഹം ബദരീങ്ങളെ കുറിച്ച് എഴുതുകയാണ്. അതിൽ അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്, എന്നെ കണ്ണൂരിൽ നിന്ന് അന്തമാനിലേക്ക് നാട് കടത്തും എന്നിവർ പറയുന്നുണ്ട്. 1 മുതൽ 21 കൊല്ലം വീതി കടത്തും, 21 കൊല്ലം വരെ എന്നെ ജയിലിലാക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ കേസുള്ളത്. നാലകത്ത് കുഞ്ഞുമേദീൻകുട്ടി മുസ്ലിയാർ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. തരുളർ ബീവിൻ്റെ മേൽ ഇമ്മാലയെ ഞാനൂത്തേ, സബബനൈ മകൻ അബൂബക്കറിനിൽ പാനീത്തേ, അരിതം പിൻവായി മുട്ടും നീരതും തൂടീത്തേ, അന്തരോഗം ഒക്കെയും ഈ ബീവിയാൽ ക്ഷമിത്തേ. എൻ്റെ മകൻ അബൂബക്കറിന് പനി വരികയും ആ പനി മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ മാല എഴുതിയിട്ടുള്ളത്. അന്ന് ഇമ്പിച്ചിക്കോയ തങ്ങൾ എഴുതി കൊടുത്ത പാട്ടാണ്. മുത്തസീലാം ദീനിനെ കോതിത്തസൽ, സത്ത് ബദർ ശുഹദാക്കളെ ബുദ്ധി മുട്ടി വിളിച്ചാലുടനെയുത്തീരം കിട്ടിയിടുന്ന ബദരീങ്ങളെ. ഇങ്ങനെയാണ് പാട്ട്, ആ കെസ് പാട്ട് തുടങ്ങുന്നത്. അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏറ്റവും കഷ്ടപ്പെട്ടോൻ ചികിത്സിച്ച് മാറ്റായെന്നുത്ത ഈ രോഗത്തെ ഉങ്കൾ ഏറ്റെടുത്ത് സുഖമാക്കി തരുമെന്നേറ്റം ഉറപ്പുണ്ടുള്ളത്തെ, കേറ്റം ഇറക്കം വയറ് വേദന മാറ്റിത്തരണം സന്തോഷത്തെ എങ്ങും കേളിമികും ബദരീങ്ങളല്ലാതെ മാറ്റാൻ മറ്റാര് മാറ്റാൻ ഈ രോഗത്തെ. കരുത്തർ അബ്ദുൽ ലത്തീഫ് ഷെയ്ഖ് കുവിത്തവർ കുൽറിസാലയിൽ, കാരുണർ അസ്മാഉകൾക്കുള്ളെ മുഅല്ലമായ ഫളായിലാൽ, പെരുത്ത പേർക്ക് വിലായത്തെത്തിമോ ഫളലം വലിയാക്കളായി, ബിട്ടറാഹിമയൻ കൊതീബത് റിങ്ങളെ വളർ ഹക്കിനാൽ ബത് റിങ്ങളെ വളർ ഹക്കിനാൽ. പെരുത്ത പേർക്ക് വിലായത്തെത്തിമോ ഫളലം വലിയാക്കളായി. ധാരാളം ആളുകൾക്ക് വിലായത്തിൻ്റെ പദവി കിട്ടിയത് ബദരീങ്ങളെ കൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, സംഘടനയുടെ നേതാക്കൾ, പ്രവർത്തകർ, ബദർ രചനകളുടെ ചരിത്രവും സ്വാധീനവും എന്ന വിഷയത്തിൽ നടക്കുന്ന സാംസ്കാരിക സംഗമത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ നല്ലൊരു ആമുഖ ഭാഷണം നമ്മൾ കേട്ടു. ബദരീങ്ങൾ ആരായിരുന്നു, എന്തായിരുന്നു ബദരീങ്ങൾ നിർവഹിച്ച ദൗത്യം എന്നതിനെ കുറിച്ചൊക്കെയുള്ള നല്ലൊരു സംസാരം നമ്മൾ കേൾക്കുകയുണ്ടായി. അറബിയിലും മലയാളത്തിലും, അറബി മലയാളത്തിലും മറ്റു ഭാഷകളിലുമൊക്കെ ധാരാളം ബദരീങ്ങളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ, പദ്യ ഗദ്യ ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ രചനകൾ നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ
മാപ്പിളമാർക്കിടയിൽ ഉടലെടുത്ത ഒരു പ്രത്യേക ലിപിയിലുള്ള ഭാഷാ സാഹിത്യ ശൈലിയാണ് അറബി മലയാളം. ഈ അറബി മലയാളത്തിലും ധാരാളം ബദരീങ്ങളെ പ്രകീർത്തിക്കുന്ന കാവ്യങ്ങൾ കേരളത്തിലുള്ള മാപ്പിള കവികൾ, പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, മോയിൻകുട്ടി വൈദ്യരുടെ ഒരു ബദർ പടപ്പാട്ട് മാത്രമാണ് ഇന്ന് നമുക്ക് അറിയുന്ന അറബി മലയാളത്തിലുള്ളൊരു കാവ്യം. എന്നാൽ അറബി മലയാളത്തെക്കുറിച്ച് കുറച്ചൊക്കെ പഠനം നടത്തി എന്ന നിലക്ക് എൻ്റെ ശേഖരത്തിൽ തന്നെ 17 അറബി മലയാളത്തിൽ വന്നിട്ടുള്ള ബദർ മാലകളും ബദർ കിസ്സപ്പാട്ടുകളും ബദർ കെസ് പാട്ടുകളും ഇങ്ങനെ ധാരാളം പാട്ടുകൾ, കാവ്യങ്ങൾ കേരളത്തിലെ പണ്ഡിതന്മാരും മാപ്പിളക്കവികളും എഴുതി വെച്ചതായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പേരുകളൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി തുടക്കത്തിൽ പറയാം. ഒന്ന്, മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ട്. നമ്മൾ സാധാരണയായി പാടി വരുന്ന ബദർ മാല, അത് മമ്പാട്ട് കാഞ്ഞിരാല കുഞ്ഞിരായൻകുട്ടി മുസ്ലിയാർ എഴുതിയ ബദർ മാല, മഞ്ചാൻ പിറാകത്ത് ഇമ്പിച്ചിയും പടിഞ്ഞാറകത്ത് മൊയ്തീൻകുട്ടിയും ചേർന്നെഴുതിയ, രണ്ടുപേരും കൂടെ ചേർന്നെഴുതിയ ബദറുൽ കുബ്ര എന്ന ചരിത്ര ശിരോമണി കെസ് മാല, നല്ലളം ബീരാൻ സാഹിബ് എഴുതിയ ബദർ ഒപ്പന, കോടഞ്ചേരി മരക്കാർ മുസ്ലിയാർ എഴുതിയ ബദർ മാല, KC മുഹമ്മദ് കുട്ടിമല്ല എഴുതിയ ബദർ കെസ് പാട്ട്. രചയിതാക്കളെ അറിയാത്ത പല ഗ്രന്ഥങ്ങളുണ്ട്. നമ്മളെ റിഫാഴി മാല ആരാ എഴുതിയതാന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ പല ഗ്രന്ഥങ്ങളും അറബി മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഒന്നുകിൽ അത് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചട്ടയിലോ അതല്ലെങ്കിൽ പാട്ട് എഴുതുന്ന സമയത്ത് പാട്ടിലോ രചയിതാവിൻ്റെ പേര് ചേർക്കാത്തത് കൊണ്ടാണ് പിന്നീട് അതിനെ നമുക്ക് ആരാണ് എഴുതിയത്, രചിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാകാത്തത്. അങ്ങനെയുള്ള പല ഗ്രന്ഥങ്ങൾ, അതിൽപ്പെട്ടതാണ് സുല്ലമുൽ മനാഫി എന്ന ബദരിയത്ത് മാല. അതുപോലെ മഞ്ചാൻ പിറാഗത്ത് അബ്ദുൽ അസീസ് എഴുതിയ ബദറുൽ ഉളുമ, മറ്റൊരു കവി എഴുതിയ ബദറുദ്ദീൻ മാല, അതുപോലെ ഷറഹു സ്വദർ ഫി മനാഖിബി അഹ്ലി ബദർ എന്ന് പറയുന്ന ബദർ രത്നമാല, MM മൗലവി എഴുതിയ ബദറുൽ കുബ്ര എന്ന MM ബദർ പാട്ട്, അതിനെക്കുറിച്ച് MM ബദർ എന്നാണ് പറയപ്പെടാറുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ കാഞ്ഞിരാല കുഞ്ഞിരായൻകുട്ടി എഴുതിയ, അദ്ദേഹം ഒരു ബദർമാല എഴുതിയിട്ടുണ്ട്. അത് മുഹീദ്ദീൻ മാലയുടെ അതേ ശൈലിയിൽ യമങ്കട്ട് ഇശലിലാണ് ആ ബദർമാല ഇന്ന് നമ്മുടെ മൗലിദ് കിതാബിലൊക്കെ ഉള്ള ബദർമാലയുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു മുഹമ്മസായിട്ട് അദ്ദേഹം ഒരു ബദർമാല എഴുതിയിട്ടുണ്ട്, മദ്ഹറുൽ അല എന്ന ബദർമാല. അതുപോലെ ബദർ യുദ്ധം എന്ന ഒപ്പനപ്പാട്ട്, അരീക്കോട് മുഹമ്മദ് ഹാജി എഴുതിയ നെയ്ലിൽ മുന വൽ മഖസൂദ് എന്ന ബദരിയത്ത് മാല, പൊന്നാനി ഉത്തുവങ്ങാനകത്ത് ഹൈദർ എഴുതിയ മുനീറുൽ മക്കാസിദ് എന്ന ബദർമാല, ചാക്കീരി മൊയ്തീൻകുട്ടിയുടെ ചാക്കീരി ബദർ, നരിമടക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ ബദർമാല. ഇങ്ങനെ ധാരാളം ബദർമാലകളും ബദർ കിസ്സപ്പാട്ടുകളും ബദർ കെസ് പാട്ടുകളും കേരളത്തിൽ വന്നിട്ടുണ്ട്. നേരത്തെ സാറ് പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് പ്രചാരത്തിലുള്ള ആയതുകൊണ്ട് മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ട് മാത്രമേ അറബി മലയാളത്തിൽ വന്നിട്ടുള്ള കിസ്സപ്പാട്ട് വിഭാഗത്തിൽ, മാലപ്പാട്ട് വിഭാഗത്തിൽ നമുക്ക് പരിചയമുള്ളൂ. നമ്മളിതിനെക്കുറിച്ച് പഠനം നടത്തി നോക്കുമ്പോൾ ഒരു കാലത്ത് മാപ്പിളക്കവികളും പണ്ഡിതന്മാരും ഇത്തരം ശുഹദാക്കളെ പ്രകീർത്തിക്കലും അവരുടെ പോരിശ എഴുതലും വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. ഇത്തരം രചനയ്ക്ക് പിന്നിൽ തന്നെ
കുറെ ഉദ്ദേശങ്ങളും കുറെ ലക്ഷ്യങ്ങളും ഈ പാട്ടുകൾ എഴുതുന്നവർക്കുണ്ടായിരുന്നു. അറബി മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പാട്ട്, കണ്ടെടുക്കപ്പെട്ടതിൽ വെച്ച് ആദ്യത്തെ പാട്ട് മുഹൈദ്ദീൻ മാലയാണ്. മാപ്പിളപ്പാട്ടുകളുടെ ഇനത്തിൽ മാപ്പിളപ്പാട്ടുകളെ പല ഇനങ്ങളായി വേർതിരിച്ചാൽ അതിലൊരു വിഭാഗമാണ് മാലപ്പാട്ടുകൾ. മറ്റൊരു വിഭാഗമാണ് കെസ് പാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ, ചിന്തുകൾ, തിരുപ്പുകൾ, ഇങ്ങനെ പറഞ്ഞ് പാട്ടിൻ്റെ പല വിഭാഗങ്ങളുണ്ട്. അറബി മലയാളത്തിൽ ഇറങ്ങിയ ആദ്യത്തെ കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം മുഹൈദ്ദീൻ മാലയാണ്. ഈ മുഹൈദ്ദീൻ മാല എഴുതിയിട്ടുള്ളത് കോഴിക്കോട്ടുകാരനായ ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഞാനിത് പറയാൻ കാരണം, പാട്ടുകൾ, കാവ്യങ്ങൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാട്ടിനെ അതിൻ്റെ പാട്ടിന് വിടാതെ നമ്മൾ പാട്ടിലാക്കാൻ നോക്കണം. ഈ പാട്ടുകളെയൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ആദ്യകാലങ്ങളിൽ പണ്ഡിതന്മാരായിരുന്നു. ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്, കോഴിക്കോട്ടെ ഖാളിയാരാണ്. 500ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ കിതാബുകൾ പലതും പ്രിന്റ് ചെയ്തിട്ടില്ല. കുറേ കിതാബുകളുടെ കയ്യെഴുത്തു കോപ്പികൾ കോഴിക്കോട് മിസ്കാൽ പള്ളിയിൽ അതിൻ്റെ മാനുസ്ക്രിപ്റ്റുകൾ ഇന്നും അവിടെയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം കാവ്യങ്ങളെ ആദ്യമായി കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ, ഇതിൻ്റെ തുടങ്ങി വെച്ച ആളുകൾ പണ്ഡിതന്മാരായിരുന്നു. മാത്രമല്ല, അന്ന് ഇത് പ്രതിപാദിച്ചിരുന്ന വിഷയങ്ങൾ ഇസ്ലാമിക വിഷയങ്ങളായിരുന്നു. കിസ്സപ്പാട്ടിലും പടപ്പാട്ടിലും മാലപ്പാട്ടിലൊക്കെ വന്നിരുന്നത്. മുഹൈദ്ദീൻ മാല ഏകദേശം 416 വർഷങ്ങളായി മുഹൈദ്ദീൻ മാല എഴുതിയിട്ട്. അതിനുശേഷം പിന്നീട് അറബി മലയാളത്തിൽ വരുന്ന ഒരു കാവ്യം, മുഹൈദ്ദീൻ മാലയ്ക്ക് ശേഷം 135 വർഷങ്ങൾക്ക് ശേഷമാണ് തലശ്ശേരിക്കാരനായ കുഞ്ഞായിൻ മുസ്ലിയാർ എഴുതിയ കപ്പപ്പാട്ട്. മനുഷ്യ ശരീരത്തെ കപ്പലിനോട് ഉപമിച്ച്, മനുഷ്യൻ്റെ ജീവിതത്തെ കപ്പൽ യാത്രയോട് ഉപമിച്ച് അദ്ദേഹം എഴുതിയൊരു ദാർശനിക കാവ്യമാണ് കപ്പപ്പാട്ട്. അതിനുശേഷം അദ്ദേഹം നൂൽമദ്ഹ് എഴുതിയിട്ടുണ്ട്, നൂൽമാല എഴുതിയിട്ടുണ്ട്. പിന്നീട് വരുന്നൊരു പാട്ട് മാനക്കാൻ്റെ അകത്ത് കുഞ്ഞിസീതിക്കോയത്തങ്ങൾ കൂട്ടായിക്കാരൻ എഴുതിയ വലിയ നസീഹത്ത് മാലയാണ്. ഇങ്ങനെ മാപ്പിളപ്പാട്ടിൻ്റെയും മാലപ്പാട്ടിൻ്റെയൊക്കെ തുടക്കം അത് കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ പണ്ഡിതന്മാരായിരുന്നു. അതിൽ പ്രതിപാദിച്ചിരുന്ന വിഷയം ഇസ്ലാമിക വിഷയങ്ങളായിരുന്നു. പിന്നീട് അത് വികസിച്ചു. കാലഘട്ടങ്ങൾ കഴിഞ്ഞ് കുഞ്ഞായിൻ മുസ്ലിയാരിൽ നിന്ന് കഴിഞ്ഞ് മോയിൻകുട്ടി വൈദ്യരിലേക്ക് എത്തി. മോയിൻകുട്ടി വൈദ്യർ, അതുപോലെ നല്ലളം മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് സാഹിബ്, ചേറ്റുവായി വരീകുട്ടി, വടക്കിണിയടുത്ത അഹമ്മദ് കുട്ടിമല്ല, മച്ചിങ്ങലകത്ത് മൊയ്തീൻ കുട്ടിമല്ല, ഇവരുടെ കാലഘട്ടം പാട്ടെഴുത്ത് തന്നെയായിരുന്നു അത്തരം ആളുകളുടെ ജോലി. കാരണം അത്രയും ഗ്രന്ഥങ്ങൾ, കിസ്സപ്പാട്ടുകളും പടപ്പാട്ടുകളും മാലപ്പാട്ടുകളും കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 100-ലധികം കിസ്സപ്പാട്ടുകളുടെ ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട്. 100-ലധികം കിസ്സകൾ. നമ്മളൊരു ബദർ കിസ്സയെ കേട്ടിട്ടുള്ളൂ. അതിനുശേഷം പുലിക്കോട്ടിൽ ഹൈദർ സാഹിബ്, നല്ലളം ബീരാൻ സാഹിബ്, ഇവരുടെ കാലഘട്ടത്തിലൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ ഭാഷ ഏറനാടൻ ശൈലിയിലേക്ക് വരികയും പല വിഷയങ്ങൾ മാപ്പിളപ്പാട്ടായി എഴുതുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ ഇസ്ലാമിക വിഷയത്തിൽ നിന്നങ്ങനെ ഇത് വികസിക്കുന്നതിനനുസരിച്ച് മറ്റു വിഷയങ്ങളിലും പാട്ടുകൾ വന്നിട്ടുള്ളത്. ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ എഴുതുമ്പോൾ ഇവർക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അറബി മലയാളത്തിലുള്ള ഈ കാവ്യങ്ങൾ വരുന്നതിന് മുമ്പ് കാവ്യങ്ങൾ ഉണ്ടായിരുന്നത് മൗലിദുകളായിരുന്നു. മൗലിദിനൊരു ഒരു ഒരു പ്രത്യേകമായ ഒരു സ്ട്രക്ചറാണ്. കുറച്ച് ഗദ്യം, പിന്നെ പദ്യം, പിന്നെ ഗദ്യം, പിന്നെ പദ്യം, ഇങ്ങനെയാണ് അതിൻ്റെ രൂപമുള്ളത്. മങ്കൂസ് മൗലിദ്
സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയത് തന്നെ പ്ലേഗ് രോഗം ഇല്ലാതെയാകാൻ വേണ്ടിയാണ്, ഇശാ മഗ്‌രിബിനിടയിൽ പാരായണം ചെയ്യാൻ വേണ്ടിയാണ് മങ്കൂസ് മൗലിദ് എഴുതിയത് എന്ന ഒരഭിപ്രായമുണ്ട്. എന്നാൽ മറ്റൊരഭിപ്രായം, വൈലത്തൂര് ബാവ ഉസ്താദിൻ്റെ മങ്കൂസ് മൗലിദിൻ്റെ വ്യാഖ്യാനത്തിൽ ബാവ ഉസ്താദ് എഴുതി വച്ചിട്ടുണ്ട്, പൊന്നാനിയിലെ വലിയ ജുമുഅത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ്, അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദ് എഴുതിയത് എന്ന് ബാവ ഉസ്താദ് തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മങ്കൂസ് മൗലിദിൽ ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വദ്ദുൽമി വദ്ദുഅഫി സദീദി ഫഅസ്ഇദി എന്ന് പറയുന്ന വരി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന് ബാവ ഉസ്താദ് ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാവ്യങ്ങൾ, സാഹിത്യങ്ങൾ, ബദരീങ്ങളുടെ മഹാന്മാരുടെ അപദാനങ്ങൾ എഴുതുമ്പോൾ ആ എഴുതുന്ന ആളുകൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നൂൽമദ്ഹ്, അത് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള കാവ്യമാണ്. ആദ്യത്തെ അറബി മലയാളത്തിലെ മുത്തുനബിയെക്കുറിച്ച് പറയുന്ന പ്രകീർത്തന കാവ്യ നൂൽമദ്ഹ്. അതിൻ്റെ തുടക്കത്തിൽ കുഞ്ഞായി മുസ്ലിയാർ എഴുതുന്നുണ്ട്, ഞാൻ ഈ നൂൽമദ്ഹ് എഴുതുന്നത് എനിക്ക് മുത്തുനബിയെ കാണാൻ വേണ്ടിയാണ്. ആദ്യതൻ അരുളിനാൽ പെരുമാൻ ബന്ദ് അണ്ടമേളം കടന്ന് അറശിന് മുടി നിന്റെ മുഹമ്മദ് നബിയെ കാമ്പതുക്ക്. ബുറാക്ക് വന്ന് ആ ബുറാക്കിൽ കയറി ആകാശാരോഹണം നടത്തിയ മുത്തുനബിയെ കാണാൻ വേണ്ടിയാണ് ആശക്കടൽ എന്നിൽ പൊങ്കും. ആ മുത്തുനബിയെ കാണുക എന്നുള്ള ആഗ്രഹം എന്നിൽ തിരയടിക്കുകയാണ്. അതുകൊണ്ട് ഈ നൂൽമദ്ഹ് മാലനെ പണിവതുക്ക്, അതിനു വേണ്ടിയാണ്, ആ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതിന് എഴുതിയിട്ടുള്ളത്. ഒരു മാപ്പിളപ്പാട്ട് എഴുതുന്നത് മുത്തുനബിയെ കാണാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഓരോ കാരണങ്ങൾ, ഓരോ ഗ്രന്ഥങ്ങൾ എഴുതുന്ന ആളുകൾക്കുണ്ടായിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം കൂടി പറയാം. നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന നഫീസത്ത് മാല, ആ നഫീസത്ത് മാല എന്തിനാണ് എഴുതിയിട്ടുള്ളത് എന്നതിൻ്റെ അവസാനത്തിൽ നാലകത്ത് കുഞ്ഞുമേദീൻകുട്ടി മുസ്ലിയാർ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. തരുളർ ബീവിൻ്റെ മേൽ ഇമാലയെ ഞാനൂത്തേ സബബനൈ മാകൻ അബൂബക്കറിനിൽ പാനീത്തേ അരിതം പിൻവായി മുട്ടും നീരതും തൂടീത്തേ അന്തരോഗം ഒക്കെയും ഈ ബീവിയാൽ ക്ഷമീത്തേ. എൻ്റെ മകൻ അബൂബക്കറിന് പനി വരികയും ആ പനി മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ മാല എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം രചയിതാക്കൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത് അസുഖം മാറാൻ വേണ്ടിയാണ്, പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ എഴുതിയിരുന്നത്. മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിൻ്റെ ബദറുൽ കുബ്ര, ബദർ കിസ്സപ്പാട്ട് എഴുതാൻ ഒരു കാരണം നമ്മൾ വാമൊഴിയായിട്ട് കേട്ടുവരുന്നൊരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ 20ാമത്തെ വയസ്സിലാണ് മോയിൻകുട്ടി വൈദ്യർ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എഴുതിയിട്ടുള്ളത്. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ ഒരു കാൽപ്പനിക കാവ്യമാണ്. പേർഷ്യൻ കഥ, പേർഷ്യൻ പ്രണയകഥ നേരെ മാപ്പിളപ്പാട്ടിലേക്ക് കൊണ്ടുവന്നതാണ് മോയിൻകുട്ടി വൈദ്യർ. ആ പാട്ട് അദ്ദേഹം എഴുതുകയും, യഥാർത്ഥത്തിൽ നമ്മൾ വൈദ്യരെ മഹാകവി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ മഹാകവി പട്ടം മോയിൻകുട്ടി വൈദ്യർക്ക് വാങ്ങിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ രചനയുടെ ഭാഷയുടെ ശൈലി നോക്കുകയാണെങ്കിൽ ഹുസ്നുൽ ജമാൽ ബദറുൽ മുനീർ, അതത്രയും മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ. എന്നാൽ ചരിത്രത്തിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ബദർ കിസ്സപ്പാട്ടാണ്. ഒരു ബദർ മാത്രമല്ല വൈദ്യർ എഴുതി, ഉഹുദ് പടപ്പാട്ട് എഴുതിയിട്ടുണ്ട്, മലപ്പുറം പടപ്പാട്ട് എഴുതിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം ആദ്യമായി പാട്ടിലൂടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് മോയിൻകുട്ടി വൈദ്യരാണ്. ഉള്ളൂരിൻ്റെ ഉമാകേരളം വരുന്നതിന് മുമ്പ് മലപ്പുറം പടപ്പാട്ടിൻ്റെ തുടക്കത്തിൽ കേരള ചരിത്രമാണ് മോയിൻകുട്ടി വൈദ്യർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഹിജ്റ പടപ്പാട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഇന്നെല്ലാവർക്കും അറിയുന്ന ജനകീയമായൊരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ബദർ കിസ്സപ്പാട്ടാണ്. 20ാമത്തെ വയസ്സിൽ ഹുസ്നുൽ ജമാൽ ബദറുൽ മുനീർ എഴുതി. അതിലുള്ള ചില പ്രയോഗങ്ങൾ, പ്രണയകാവ്യമാകുമ്പോൾ സ്ത്രീ വർണ്ണന അതിൽ കൂടുതലായിരിക്കും.
സ്ത്രീകളുടെ ശരീരത്തെയും അവരുടെ അവയവങ്ങളെയൊക്കെ അങ്ങ് വർണ്ണിച്ചുകൊണ്ട് എഴുതിയ ചില ഭാഗങ്ങൾ ഹുസ്നുൽ ജമാൽ ബദറുൽ മുനീറിൽ കണ്ടാരക്കട്ടുമ്പൽ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അത് പാടി നോക്കിയാൽ മതി. അതിലുള്ള ചില പ്രയോഗങ്ങളെ അന്നത്തെ പണ്ഡിതന്മാർ എതിർക്കുകയും, പണ്ഡിതന്മാർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവടക്കം ഉണ്ണി മുഹമ്മദ് വൈദ്യരടക്കം മോയിൻകുട്ടി വൈദ്യരെ വിമർശിക്കുകയും ചെയ്തു. അദ്ദേഹം 20-ാം വയസ്സിൽ എഴുതിയ ഈ ഹുസ്നുൽ ജമാൽ ബദറുൽ മുനീർ, എന്നിട്ട് 24-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബദർ കിസ്സപ്പാട്ട് എഴുതിയിട്ട് പിതാവിന് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഉപ്പ, ഞാനൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തൂർക്കാനുള്ളൊരു കുന്ന് ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്, അതാണ് എൻ്റെ ബദർ പടപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ജമാൽ ബദറുൽ മുനീർ എഴുതിയതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് മോയിൻകുട്ടി വൈദ്യർ ബദർ പടപ്പാട്ട് എഴുതുന്നത്. ഇങ്ങനെ അസുഖം മാറാൻ വേണ്ടി പാട്ടെഴുതിയ ആളുകൾ, പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകൾ, പ്രായശ്ചിത്തമായിട്ട് പാട്ടെഴുതിയ ആളുകൾ, ഇങ്ങനെയാണ് ഓരോ കവിതകളും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അസുഖം മാറാൻ വേണ്ടി മറ്റുള്ളവർക്ക് ബദരീങ്ങളെക്കുറിച്ചുള്ള പാട്ട് പാടാൻ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. താനൂർ ഇമ്പിച്ചുക്കോയ തങ്ങൾ ധാരാളം സൂഫി കാവ്യങ്ങൾ എഴുതിയ ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് വലിയ വയറുവേദനയുണ്ട്, വയറുവേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അസഹ്യമായ വയറുവേദന. അങ്ങനെ വയറുവേദന വന്ന് പറഞ്ഞ ആ വ്യക്തിയോട് താനൂർ ഇമ്പിച്ചുക്കോയ തങ്ങൾ അവിടെ ഇരുന്നൊരു ബദരീങ്ങളെക്കുറിച്ചൊരു കെസ് പാട്ട് എഴുതിയിട്ട് അത് കൊടുത്തു. ഇത് ദിക്ർ ചെല്ലുന്നത് പോലെ ഇതിങ്ങനെ പതിവാക്കി പാടിക്കോ, വയറുവേദന മാറും. അദ്ദേഹം അത് പതിവായി പാടുകയും അദ്ദേഹത്തിൻ്റെ വയറുവേദന മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. അന്ന് ഇമ്പിച്ചുക്കോയ തങ്ങൾ എഴുതി കൊടുത്ത പാട്ടാണ്, മുത്തസിലാം ദീനിനെ കോതിത്തസൽ സത്ത് ബദർ ശുഹദാക്കളെ ബുദ്ധി മുട്ടി വിളിച്ചാലുടനെയുത്തീരം കിട്ടിയിടുന്ന ബദരീങ്ങളെ. ഇങ്ങനെയാണ് പാട്ട്, ആ കെസ് പാട്ട് തുടങ്ങുന്നത്. അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏറ്റവും കഷ്ടപ്പെട്ടോൻ ചികിത്സിച്ച് മാറ്റായെന്നുത്ത ഈ രോഗത്തെ ഉങ്ങൾ ഏറ്റെടുത്ത് സുഖമാക്കി തരുമെന്നേറ്റം ഉറപ്പുണ്ടെൻ്റെ ഉള്ളത്തെ കേറ്റം ഇറക്കം വയറ് വേദന മാറ്റിത്തരണം സന്തോഷത്തെ എങ്ങും കേളിമികും ബദരീങ്ങളല്ലാതെ മാറ്റാൻ മറ്റാര് മാറ്റാൻ ഈ രോഗത്തെ. ബദരീങ്ങളല്ലാതെ വേറെ ആരാണ് ഈ വയറുവേദന മാറ്റിത്തരാനുള്ളത് എന്ന് പാട്ടിലൂടെ അദ്ദേഹം ഒരു കെസ് പാട്ട് എഴുതിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും വയറുവേദന അദ്ദേഹത്തിൻ്റെ സുഖമാവുകയും ചെയ്തു. ഇങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ചായിരുന്നു പല പാട്ടുകളും, മഹാന്മാരെക്കുറിച്ചുള്ള പല പാട്ടുകളും വന്നിട്ടുള്ളത്. അങ്ങനെ അസുഖം മാറാൻ വേണ്ടി പാട്ട് പാടിയിരുന്നവർ, പാട്ട് എഴുതിയിരുന്നവർ, ദോഷം പൊറുക്കാൻ വേണ്ടി പാട്ട് പാടിയൊരു സന്ദർഭങ്ങൾ. ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ തന്നെ ബദർ പടപ്പാട്ടിൽ വൈദ്യർ പറയുന്നുണ്ട്. ആ ബദർ പടപ്പാട്ടിൽ ഉപയോഗിച്ച ചരിത്രങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ആധികാരികമായ ചരിത്രമാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ള ഒരു ചരിത്രവും ഞാൻ ബദർ പടപ്പാട്ടിൽ കൊടുത്തിട്ടില്ല എന്ന് വൈദ്യർ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. സ്വഹീഹ് മാത്രമാണ് ഞാനിതിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കൊടിയോനെ കുലത്തെ ഗസ്വത്തുൽ അഅ്ളം കുവലൈ കേട്ടിടുവോർക്കാമേ കോനവൻ പോറുക്കും ഏളാണ്ട പിഴയെന്ന് കൂറിനാർ ഉലമ താമേ. കൊടിയോനെ കുരത്ത ഗസ്വത്തുൽ അഅ്ളം. കൊടിയോൻ എന്ന് പറഞ്ഞാൽ കഠിന ശത്രു, മുത്തനബിയുടെ കഠിന ശത്രുവായ അബൂജഹൽ. ആ അബൂജഹലിനെ കൊല ചെയ്തിട്ടുള്ള ഗസ്വത്തുൽ അഅ്ളം, ബദറുൽ കുബറ, കുവലൈ പറയുന്ന ആളുകൾക്കും കേട്ടിടുവോർക്കാമേ അത് കേൾക്കുന്നവർക്കും. എന്താ കിട്ടാനുള്ളത്?
കോനവൻ പൊറുക്കും 7 ആണ്ടപ്പിഴ. അല്ലാഹു തആല 7 വർഷത്തെ ദോഷം പുറത്തു തരുന്നതാണ് എന്ന് കൂറിനാർ ഉലമാ താമേ, ഉലമാക്കൾ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിൻ്റെ ബദർ പടപ്പാട്ടിൻ്റെ തുടക്ക ഭാഗത്ത് ഈ ഒരു സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ബദർ കാവ്യങ്ങൾ അന്ന് പാടിയിരുന്നതും രചിച്ചിരുന്നതും ബദർ മാല പാരായണം ചെയ്തതും ബദർ മൗലിദ് ഓതിയിരുന്നതൊക്കെ. ഇങ്ങനെ പല സംഭവങ്ങളും നമുക്ക് ഇതുമായി രചനയുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങൾ പറയാൻ സാധിക്കും. അസ്മാഉൽ ബദറിനെ അനുസ്മരിക്കുന്ന മാസമാണ് റമളാൻ. ഒരൊറ്റ വലിയും അവർക്ക് വിലായത്തിൻ്റെ പദവി കിട്ടിയിട്ടുള്ളത് ബദരീങ്ങളെ കൊണ്ടല്ലാതെ കിട്ടിയിട്ടില്ല എന്ന് പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ബദർ മൗലിദിൽ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ അത് പറയുന്നുണ്ട്. ഔലിയാക്കൾക്ക് വിലായത്തിൻ്റെ പദവി ലഭിച്ചിട്ടുള്ളത് ബദരീങ്ങളെ കൊണ്ടാണ്. ഒരാൾ വലിയാവണമെങ്കിൽ അവർക്ക് ബദരീങ്ങളുമായി കണക്ഷൻ വേണമെന്നാണ് പറഞ്ഞത്. ബദരീങ്ങളുടെ സ്ഥാനം, ബദരീങ്ങളുടെ പോരിശ എത്രയാണ്. മോയിൻകുട്ടി വൈദ്യർ തന്നെ ബദർ കിസ്സപ്പാട്ടിൻ്റെ തുടക്കഭാഗത്ത് ഈ സംഭവം ധാരാളം ആളുകൾ ഔലിയാക്കളായത് ബദരീങ്ങളെ കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. കരുത്തർ അബ്ദുൽ ലത്തീഫ് ഷെയ്ഖ് കുവിത്തവർ കുൽറിസാലയിൽ കാരുണർ അസ്മാഉകൾക്കുള്ളെ മുഅല്ലമായ ഫളായിലാൽ പെരുത്ത പേർക്ക് വിലായത്തെത്തിമു ഫളലം വലിയാക്കളായി ബിട്ടറാഹിമയൻ കൊദീബത് റിങ്ങളെ വളർ ഹക്കിനാൽ ബത് റിങ്ങളെ വളർ ഹക്കിനാൽ പെരുത്ത പേർക്ക് വിലായത്തെത്തിമു ഫളലം വലിയാക്കളായി. ധാരാളം ആളുകൾക്ക് വിലായത്തിൻ്റെ പദവി കിട്ടിയത് ബദരീങ്ങളെ കൊണ്ടാണ്. അപ്പം ബദരീങ്ങൾ എന്ന് പറയുന്നത് അവർ ചില്ലറക്കാരല്ല. മോയിൻകുട്ടി വൈദ്യർ എന്നിട്ട് ദുആ ചെയ്യാം, വീട്ടുറാഹിമെ എൻ കൊതി ബദരീങ്ങളെ വളർ ഹക്കിനാൽ, എനിക്കും ആ വിലായത്തിൻ്റെ പദവി ലഭിക്കാൻ താല്പര്യമുണ്ട്, എനിക്കും അത് പൂർത്തിയാക്കി തരണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. 40 കൊല്ലം വൈദ്യർ ജീവിച്ചത്. 40 കൊല്ലം. 1852 ജനിച്ച് 1892 മോയിൻകുട്ടി വൈദ്യർ വഫാത്താകുന്നത്. അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിന് സംസാരശേഷിയില്ലായിരുന്നു. ഞാനിപ്പോൾ പറയുന്ന സംഭവം കാമ്പ്രവൻ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ബദർ സംഗീതസാരവും ചരിത്ര പഠനവും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മോയിൻകുട്ടി വൈദ്യരുടെ അവസാന സമയത്തെക്കുറിച്ച് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ പറയുന്നത്, വൈദ്യർക്ക് സംസാരശേഷിയില്ലായിരുന്നു മരിക്കുന്ന സമയത്ത്, ആ സക്കറാത്തിൻ്റെ സമയത്ത്. അങ്ങനെ കിടക്കുമ്പോൾ നാട്ടുകാരും കൂട്ടുകാരൊക്കെ വന്നിട്ട് വൈദ്യർക്ക് ഇങ്ങനെ കലിമ ചൊല്ലിക്കൊടുക്കുക. ഈ സമയത്ത് വൈദ്യർക്ക് ചെല്ലാൻ കഴിയുന്നില്ല, കാരണം സംസാരിക്കാൻ കഴിയില്ല. അപ്പോഴാണ് കൊണ്ടോട്ടിയിലുള്ളൊരു പ്രമാണി വന്നുകൊണ്ട് അല്പം ഉച്ചത്തിൽ ദേഷ്യത്തോടെ വിളിച്ചു പറയാ, ജീവിതകാലം മുഴുവൻ ബദരീങ്ങളുടെ ശ്രേഷ്ഠത എഴുതിയ, മുത്തുനബിയുടെ മദ്ഹ് എഴുതിയ മോയിൻകുട്ടിക്ക് കലിമ ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ ചെല്ലണ്ട, ആരും ചൊല്ലിക്കൊടുക്കണ്ട. ഇത് വൈദ്യര് കേൾക്കുന്നുണ്ട്, പക്ഷേ സംസാരിക്കാൻ കഴിയില്ല. ഉടനെ തന്നെ അദ്ദേഹം കൈക്കൊണ്ട് ആംഗ്യം കാണിച്ചു ഒരു കടലാസും പേനയും കൊണ്ടുവരാൻ. സക്കറാത്തിൻ്റെ ഹാലിൽ കിടക്കുന്ന ആ മോയിൻകുട്ടി വൈദ്യരുടെ കയ്യിലേക്ക് ഒരു കടലാസും പേനയും കൊടുക്കുക. ഉടനെ തന്നെ അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം 4 വരി പാട്ടെഴുതി. മൗത്തുവേളയിൽ മറതി വരുത്തരുതേ മൗലാ ലത്തീഫെ എന്ന് പറയുന്ന ഒരു 4 വരി പാട്ട് അദ്ദേഹം എഴുതുകയും ഉറക്ക കലിമ ചൊല്ലി വഫാത്താവുകയും ചെയ്ത മഹാനാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ എന്ന് ബദർ സംഗീതസാരവും ചരിത്ര പഠനവും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാമ്പ്രവൻ അഹമ്മദ് കുട്ടി മുസ്ലിയാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ബദരീങ്ങളെ പ്രകീർത്തിക്കുക, ബദരീങ്ങളെ പറയുക, അവരെക്കുറിച്ച് എഴുതുക, അവരെക്കുറിച്ച് പാടുക എന്നൊക്കെ പറയുന്നത് അവരുടെ സഹായം ലഭിക്കാൻ കാരണമാണ് എന്നുള്ളൊരു വിശ്വാസമുള്ള ആളുകളാണ് നമ്മൾ.
അതാണ് മോയിൻകുട്ടി വൈദ്യർക്ക് ആ അവസാന സമയത്ത് കിട്ടിയിട്ടുള്ളത്. വേറെയും പാട്ടുകളൊക്കെ എഴുതിയിട്ട് അദ്ദേഹം മലപ്പുറം പടപ്പാട്ട് എഴുതുമ്പോൾ അബൂബക്കർ എന്ന് പറയുന്നൊരു ഷഹീദ് സ്വപ്നത്തിൽ വന്നുകൊണ്ട് ലാക്കൻ പോക്കറുടെ കഥ പറഞ്ഞത് അദ്ദേഹം മലപ്പുറം പടപ്പാട്ടിൻ്റെ 55-ാമത്തെ പാട്ടിൽ പറയുന്നുണ്ട്. എനിക്ക് ലാക്കൻ പോക്കറുടെ കഥ അറിയാതെയായി, എനിക്കാരും പറഞ്ഞു തന്നില്ല, എൻ്റെ എഴുത്ത് 4 ദിവസം നിന്നുപോയി. എനിക്ക് ലാക്കൻ പോക്കറുടെ കഥ പറഞ്ഞു തന്നത് മലപ്പുറത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് അർദ്ധരാത്രിക്ക് ശേഷം അവിടെ ഷഹീദായ അബൂബക്കർ ഷഹീദ് വന്നുകൊണ്ടാണ് എനിക്ക് ചരിത്രം പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ശുഹദാക്കളെ ഹയാത്താക്കി കഴിഞ്ഞാൽ, അവരെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ സഹായം ലഭിക്കുമെന്നതിൻ്റെ തെളിവുകളാണ് അവരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. ധാരാളം സൂഫികൾ കേരളത്തിലുള്ള കടായിക്കൽ മെയ്തീൻകുട്ടി ഹാജിയെ പോലെയുള്ള, ഹാജി അബ്ദുറസാഖ് മസ്താനെ പോലെയുള്ള, KV അബൂബക്കർ മാസ്റ്റർ പോലെയുള്ള, മസ്ത് ബാവയെ പോലെയുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ താന്നൂരി ഇമ്പിച്ചിക്കോയ തങ്ങളെ പോലെയുള്ള, ഇച്ചമസ്താനെ പോലെയുള്ള സൂഫി കവികൾ, അവരൊക്കെ ബദരീങ്ങളെയാണ് കൂടുതലായിട്ട് അവർ പാട്ടിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അവരൊക്കെ ശരിക്കും അത് അനുഭവിച്ച ആളുകളാണ്. ബദരീങ്ങൾ ആരാണെന്നും അവരെ പ്രകീർത്തിച്ചാൽ അവരോട് അടുത്ത് കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടുമെന്നതിനെ കുറിച്ചൊക്കെ നന്നായി ബോധ്യമുള്ള ആളുകളാണ്. കടായിക്കൽ മെയ്തീൻകുട്ടി ഹാജിയെ 3 പ്രാവശ്യം കണ്ണൂർ സെൻട്രൽ ജയിൽ ബ്രിട്ടീഷുകാർ ആക്കിയതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. 1922-ലും 1924-ലും 1928-ലും അദ്ദേഹത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ സെൻട്രൽ ജയിലിലാക്കി. അതിന് പല കാരണങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദേഹം മലബാർ സമരത്തിൽ പങ്കെടുത്ത് അങ്ങനെ സജീവമായി പങ്കെടുത്ത ആളല്ല. പല കാരണങ്ങളാലാണ് അദ്ദേഹത്തെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രാവശ്യം അദ്ദേഹം ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പാട്ട് എഴുതുകയാണ് ആ ജയിലിൻ്റെ ഉള്ളിൽ വെച്ച്. ഈ 3 പ്രാവശ്യവും അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ട്. 1922-ൽ അദ്ദേഹം എഴുതിയത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന പാട്ടാണ്. ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമക്കിരികിടരാകിയ 313 മുർസലീങ്ങളെ ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്കള മുഹിയദ്ദീൻ ജയിലിൽ കിടന്നിട്ട് വിളിച്ചിടും സങ്കടമൊക്കെ നിവൃത്തി മാങ്കളേ. 313 മുർസലീങ്ങളെ തൗസുലാക്കി പാട്ടെഴുതി അദ്ദേഹം രക്ഷപ്പെട്ടു. 1924-ൽ അദ്ദേഹം എഴുതിയ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ശിക്ഷ വിലങ്ങി ചെന്നവിടുത്തിത്താരാൻ എന്ന് പറയുന്നൊരു പാട്ട്, നല്ല കെസ് പാട്ട്. 1928-ൽ അദ്ദേഹം എഴുതിയതാണ് ബദരീങ്ങളെ കുറിച്ചൊരു പാട്ട്. കുത്തുബുഷുഹദാക്കളിലും ബന്ദാർ ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിഷ. കുത്തുബുഷുഹദാക്കളിലും ബന്ദാർ കുത്തുബുല്ലഖ്താബ എനിക്ക് കുത്തുബുഷുഹദോര തണിക്ക് കുത്തുബിങ്കളത്തേട്ട മധുക്ക് ഇറസുൽ നബിയാം കബുലാക്കി ബദർ പടപൊരുതടി മുന്നണി സൂത്രം ചതുർപുറമിലെ സഹബുകളണി നേത്രം കുരുടഭുജകളുടെ പടകൊടുമേത്രം അങ്കിങ്കും പൊങ്കും പടപൊങ്കിങ്കും സംഘൃത പരിമുടിലങ്കൃതമായി കാണും എന്ന് പറയുന്ന നല്ലൊരു കെസ് പാട്ട് അദ്ദേഹം ബദരീങ്ങളെ കുറിച്ച് എഴുതുകയാണ്. അതിൽ അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്, എന്നെ കണ്ണൂരിൽ നിന്ന് അന്തമാനിലേക്ക് നാട് കടത്തും എന്നിവർ പറയുന്നുണ്ട്. 1 മുതൽ 21 കൊല്ലം വീതി കടത്തും, 21 കൊല്ലം വരെ എന്നെ ജയിലിലാക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ കേസുള്ളത്. അതുകൊണ്ട് എനിക്ക് ബദരീങ്ങളല്ലാതെ എനിക്ക് സഹായത്തിനാരുമില്ല എന്ന് പറഞ്ഞ് ബദരീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് അദ്ദേഹം പാട്ടെഴുതുന്നു, പാട്ടെഴുതി പാടുന്നു. ജയിലിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നു. ഇതൊക്കെ നമ്മളെ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ്. കോക്കൂര് കുഞ്ഞാമത് മുസ്ലിയാർ, അദ്ദേഹത്തെയും ബ്രിട്ടീഷുകാർ ജയിലിലാക്കിയ സമയത്ത് അദ്ദേഹം ഒരു ബദർ ബൈത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ബദർ ബൈത്താണ് മൽജ ഉൽ മുത്തവസ്സിലിൻ ബിസാദാത്തുൽ ബദരീൻ എന്ന് പറയുന്ന ബദർ ബൈത്ത്. അത് ജയിലിൽ നിന്ന് അദ്ദേഹം എഴുതുന്നു. ജയിലിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നു ബദരീങ്ങളെ കുറിച്ച് പ്രകീർത്തിച്ചത് കാരണത്താൽ. അപ്പോൾ ഇത്തരം കാവ്യങ്ങൾക്ക്, നമ്മൾ എഴുതുന്ന പാടുന്ന ഇത്തരം കാവ്യങ്ങൾക്ക് ശക്തി, എന്തോ ഒരു ശക്തി ഇത്തരം കാവ്യങ്ങൾക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, ബ്രിട്ടീഷുകാരെ മനസ്സിലാക്കി. ബ്രിട്ടീഷുകാർ ഇത്തരം കാവ്യങ്ങളുടെ ശക്തി മനസ്സിലാക്കിയത് കൊണ്ടാണ്
സാരസർഗുണ തിരുതരളമാല എന്ന് പറയുന്ന ചെറൂർ പടപ്പാട്ട് അവർ നിരോധിച്ചിട്ടുള്ളത്. മഞ്ചേരി പടപ്പാട്ടും മണ്ണാർക്കാട് പടപ്പാട്ടും ബ്രിട്ടീഷുകാർ നിരോധിക്കാൻ കാരണം മാപ്പിളപ്പാട്ടുകൾക്ക്, ശുഹദാക്കളെക്കുറിച്ചുള്ള വരികൾക്ക് എന്തോ ഒരു ശക്തിയുണ്ട് എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയുണ്ട്. പൂക്കോട്ടൂരിൽ ഷഹീദായ ശുഹദാക്കളുടെ കോന്തലയിൽ നിന്ന്, മടിക്കുത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ കണ്ടെടുത്തിരുന്നത് മോയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം പടപ്പാട്ടിൻ്റെ കോപ്പികളായിരുന്നു. അങ്ങനെയാണ് മലപ്പുറം പടപ്പാട്ട് പാടിപ്പറയലിനെ ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം കാവ്യങ്ങൾ അവർ കയ്യിൽ കരുതിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് നേരെ പോയിരുന്നത്? അവരോട് ഏറ്റുമുട്ടാൻ ആയുധങ്ങളാണ് കയ്യിൽ വേണ്ടത്. എന്നാൽ ഈ ആയുധത്തിന് പുറമെ ശുഹദാക്കളെക്കുറിച്ചുള്ള, ബദരീങ്ങളെക്കുറിച്ചുള്ള, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി മഞ്ചേരിയിൽ വെച്ച് മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ട് പാടിയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയായിരുന്നു അവർ അത്തരം പടപ്പാട്ടുകൾ പാടിയിരുന്നത്? ബദരീങ്ങൾ അവർ മുത്തുനബിക്ക് വേണ്ടി ജീവിച്ച ആളുകളാണ്. മുത്തുനബിയെ സംരക്ഷിക്കുക, ദീനിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമായി കണ്ട ആളുകളാണ് ബദരീങ്ങൾ. മലപ്പുറത്തെ ശുഹദാക്കൾ പള്ളി സംരക്ഷിക്കൽ ഈമാനിന്റെ ഭാഗമായി കണ്ടിരുന്ന ആളുകളാണ്. എന്നതുപോലെ 921 മലബാർ സമരത്തിൽ പങ്കെടുത്ത പോരാളികൾ, അവർ രാജ്യത്തെ സംരക്ഷിക്കൽ ഈമാനിന്റെ ഭാഗമായി കണ്ടിരുന്ന ആളുകളാണ്. ഇവരൊക്കെ ബദരീങ്ങളുടെയും മലപ്പുറം ശുഹദാക്കളുടെയും ഈ 921 മലബാർ സമരത്തിൽ പങ്കെടുത്ത ശുഹദാക്കളുടെയൊക്കെ ലക്ഷ്യമൊന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള പാട്ടുകൾ പ്രചോദനമായിരുന്നത്. മലപ്പുറം പടപ്പാട്ടിൽ മോയിൻകുട്ടി വൈദ്യർ എഴുതി വെച്ചിട്ടുണ്ട്, മലപ്പുറത്തെ പള്ളിയുടെ ഉള്ളിൽ നിന്ന് മായി യൂസുഫ് മുസ്ലിയാർ അതിൻ്റെ ഉള്ളിലുള്ള പോരാളികളോട് പറയുന്നുണ്ട്, എല്ലാവരും വീട്ടിൽ പോയി വീട്ടുകാരോട് സമ്മതം വാങ്ങി, ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വസിയത്ത് ചെയ്ത്, മക്കളെയൊക്കെ കണ്ട് തിരിച്ച് പള്ളിയിലേക്ക് തന്നെ വരണം. മായി യൂസുഫ് മുസ്ലിയാർ ഇത് പറഞ്ഞ പ്രകാരം എല്ലാവരും പള്ളിയിൽ പോയി സമ്മതം വാങ്ങി പള്ളിയിലേക്ക് വരുന്ന രംഗം മോയിൻകുട്ടി വൈദ്യർ എഴുതിയിട്ടുണ്ട്. ഖത്താബിൻ റഹ്മത്തുടെ ബൈത്ത് ബിലത്താൽ ബന്ദ് എരിത്തിടും ദുഷ്ടരിൽ കട്ടിപ്പോർ പെരുത്തിട്ടിടുൽ ഷഹാദത്ത് നമുക്ക് വിധിക്കുക ദുഃഖിതം പോരുമെത്തിരയും മദിയഹ മതത്തിരയും മുത്താലുൾ പണി കപ്പലതുണ്ടണ വെത്താൻ മുന്നേ കൊതിത്തത് പോൽ നമ്മை മുമ്പിലെ ഇത് എമ്പലം കള്ള ബെക്കമിതിൽ കയറിക്കൊൾ വിനിക്കുറി അന്തതലതിലെ മനം പിന്തിടതണയാം. ഖത്താബിൻ റഹ്മത്തുടെ ബൈത്ത്, അള്ളാഹുവിന്റെ ഭവനമായ ഈ മസ്ജിദ് ബിലത്താൽ ബന്ദ് എരിത്തിടും ദുഷ്ടരിൽ, ബലം പ്രയോഗിച്ചുകൊണ്ട് ഇത് ചുട്ടരിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് നിങ്ങൾ പോരാടിയാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഷഹീദിന്റെ പദവിയാണ്, ശുഹദാഇന്റെ പദവിയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്. അതുകൊണ്ട് മുത്തുകൊണ്ടുള്ളൊരു കപ്പലാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. മായി യൂസുഫ് മുസ്ലിയാർ പറയാണ്, മുത്താലുൾപ്പണി കപ്പലതൊണ്ടണ വെത്താൻ മുന്നേ കൊതിത്തതുപോൽ നമ്മെ. മുത്തുകൊണ്ടുള്ളൊരു കപ്പൽ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ കയറിക്കൊള്ളൂ. നമ്മൾ എന്താണോ കൊതിച്ചത് അത് കിട്ടാൻ പോവുകയാണ്. ഇതായിരുന്നു ആ മലപ്പുറത്തെ ശുഹദാക്കൾക്ക് ഊർജം നൽകിയിരുന്നത്. ഇത്തരം പാട്ടുകൾ, കിസ്സപ്പാട്ടുകളും പടപ്പാട്ടുകളും ബദർ ശുഹദാക്കളുടെ പാട്ടുകളൊക്കെ പാടുമ്പോൾ മലബാർ സമരത്തിൽ പങ്കെടുത്തിരുന്ന പോരാളികൾക്ക് ആത്മവീര്യം ഇത്തരം പാട്ടുകൾ നൽകിയിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇതുപോലെയുള്ള കിസ്സപ്പാട്ടുകളെയും പടപ്പാട്ടുകളെയും അവർ പേടിച്ചിരുന്നത്, അവർ നിരോധിക്കാൻ കാരണം. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, സൂഫികൾ ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അവർ ബദരീങ്ങളെക്കുറിച്ച് ധാരാളം പാട്ടുകൾ, ഹാജി അബ്ദുർ റസാഖ് മസ്താനൊക്കെ നല്ല നല്ല ബദരീങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ എഴുതി ജനങ്ങളുടെ ഇടയിൽ പാടി നടന്നിരുന്ന വ്യക്തിയാണ് ഹാജി അബ്ദുർ റസാഖ് മസ്താൻ. അനാട് ബദർ
അടരാടി ചമർ ബദരീങ്ങളെന്ന നവ രത്നങ്ങളെ നവരത്നങ്ങളെ. വളരെ മനോഹരമായിട്ട് ബദരീങ്ങളെ കുറിച്ച് പാട്ട് ചെയ്ത്. നോക്കുവിൻ മനുഷ്യരെ, ബദരീങ്ങളാ വരുന്നു എന്ന് പറയുന്നൊരു പാട്ട് കടായിക്കൽ മീതിയും കുട്ടിയാജി എഴുതിയിട്ടുണ്ട്. അവർക്ക് ബദരീങ്ങളിലൂടെ ജീവിച്ച മഹാന്മാരായിരുന്നു. ഇങ്ങനെ ധാരാളം ആളുകൾ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരം ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഇത്തരം പഠനങ്ങളെക്കുറിച്ചും അറിയുക എന്നത് തന്നെയാണ് ഇത്തരം സാംസ്കാരിക സംഗമം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. നേരത്തെ പറഞ്ഞ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ട്, അതിൽ ഒരു ബദർ വിഷയം മാത്രമല്ല, ബദരീങ്ങളുടെ ചരിത്രം മാത്രമല്ല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വൈദ്യര് ബദറിലേക്ക് മുത്തുനബി മദീനയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് 8 ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട്. 313 ആളുകളിൽ നിന്ന് 8 ആളുകളെ മാറ്റി നിർത്തി 305 ആളുകളാണ് ബദറിൽ പങ്കെടുത്തത്. ആ മാറ്റി നിർത്തിയതിൽ ഒന്നാമത്തെ സ്വഹാബി മുഹാജിരിങ്ങളിൽപ്പെട്ട സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ വരണ്ട എന്ന് പറയാൻ കാരണം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് അസുഖം മൂർച്ഛിച്ചത് കാരണം. വലിയൊരു സംഘത്തോട് ഏറ്റുമുട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് വളരെ തുച്ഛം വരുന്ന സ്വഹാബികൾ പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു നേതാവായ ഒരു സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറയാൻ കാരണം ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഭാര്യമാർക്ക് സ്ത്രീകൾക്ക് ഇസ്ലാം കൽപ്പിക്കുന്ന സ്ഥാനമാണ്. ഭാര്യമാരെ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനം എന്തൊക്കെയാണ്? ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട നേതാവായ സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാ നിങ്ങൾ പോരേണ്ടതില്ല. ഇങ്ങനെ പല പാഠങ്ങളും മോയിൻകുട്ടി വൈദ്യർ ബദർ പടപ്പാട്ടിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം പഠനങ്ങൾ, ധാരാളം മെസ്സേജുകൾ ബദർ പടപ്പാട്ടിലൂടെ മോയിൻകുട്ടി വൈദ്യർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ പാട്ടാക്കിയിട്ട് എഴുതി വെച്ചിട്ടുള്ളത്? എന്തേ ബദരീങ്ങളുടെ ചരിത്രം ഒരു മലയാള പുസ്തകമാക്കി എഴുതിയിരുന്നെങ്കിൽ നമുക്കൊക്കെ വായിക്കാൻ എന്ത് സുഖമായിരുന്നു, ആ ചരിത്രമൊക്കെ മനസ്സിലാക്കാൻ എന്ത് എളുപ്പമായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ മാലപ്പാട്ടുകളും കിസ്സപ്പാട്ടുകളൊക്കെ എഴുതുന്നത്? അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, വലിയ വലിയ ചരിത്രത്തെ ഒരു വരിയിലും 2 വരിയിലൊക്കെ ഒതുക്കാൻ പറ്റും. ഒരു വരി പാട്ട് പാടി ദിവസങ്ങളോളം വഅ്ള് പറയാൻ പറ്റും. അപ്പം വലിയ സംഭവങ്ങളെ ചുരുക്കി ഒരു വരിയിലൊക്കെ എഴുതാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത്തരം പാട്ടുകൾ എഴുതുന്നത്. ഇപ്പൊ മുഹീദ്ദീൻ മാലയിൽ തന്നെ ജിന്നൊരു പൈതലെ കൊണ്ടുപോയി വിട്ടാരെ ജിന്നെ വിളിപ്പിച്ചാതിനെ കൊടുത്തോവർ. വിശാലമായൊരു ചരിത്ര ഒരൊറ്റ വരിയിൽ കാതിരി ഒതുക്കി. കാഫീലക്കാരെ കള്ളർ പീഡിത്താരെ കാണാപ്പുറത്തീന്ന് കബാൽ കൊന്നോവർ. വലിയൊരു സംഭവമാണ്, ഒരു വരിയിലാണ് കാളിയാർ എഴുതിയിട്ടുള്ളത്. ഇത് പാട്ടിന്റെ പ്രത്യേകതയാണ്. മറ്റൊന്ന്, പഠിക്കാൻ ഏറ്റവും എളുപ്പം പാട്ടാക്കിയിട്ട് കൊടുക്കലാണ്. കുട്ടികൾക്ക് പാട്ടായിട്ട് പഠിപ്പിച്ചാൽ എന്ത് കാര്യം അവർ പെട്ടെന്ന് പഠിക്കും, മനസ്സിൽ നിൽക്കും. മറ്റൊന്നും, പാട്ടിന് മനുഷ്യന്റെ മനസ്സ് മാറ്റാനുള്ള കഴിവുകളുണ്ട്. 2 വരി പാട്ട് മതി ഒരാളെ നന്നാക്കാൻ. ഒരു ഉദാഹരണം പറയാം. നമ്മളെ കോഴിക്കോട്ടുകാരനായ നമ്മുടെ ജില്ലക്കാരനാണ് നല്ലളം വീരാൻ സാഹിബ്. ഈ നല്ലളം വീരാൻ സാഹിബ് ഒരു ദിവസം പള്ളിയുടെ മുന്നിലൂടെ അങ്ങ് നടന്നു പോകുമ്പോൾ പള്ളിയിൽ കയറിയപ്പം ഹൗസിൻ്റെ അടുത്ത് ഭയങ്കര മൂത്രത്തിൻ്റെ വാസനയുണ്ട്. പഴയ കാലത്തൊക്കെ പള്ളിപ്പറമ്പിൻ്റെ ഒരു മൂലയിലാണ് മൂത്രപ്പുര ഉണ്ടാക്കൽ. ഈ അടുത്ത കാലത്താണ് പള്ളിയോട് ചാരി മൂത്രപ്പുര ഉണ്ടാക്കുന്ന ആ സംസ്കാരം വന്നിട്ടുള്ളത്. കൊണ്ടോട്ടി പഴങ്ങാടി പള്ളിയിലൊക്കെ അങ്ങനെയായിരുന്നു. ആ പള്ളിപ്പറമ്പിൻ്റെ ഒരു മൂലയിലേക്ക് നടന്നു വരണം രാത്രിയൊക്കെ മൂത്രയ്ക്കാണെങ്കിൽ. അത്തരത്തിലുള്ളൊരു പള്ളിയിലാണ് നല്ലളം വീരാങ്ക കയറിയത്. ഹൗദിൻ്റെ അടുത്ത് ഭയങ്കര മൂത്രത്തിൻ്റെ വാസന. വീരാങ്ക പുറത്തിറങ്ങി. ഈ വാസന കിട്ടിയ ഉടനെ തന്നെ പുറത്തിറങ്ങിയപ്പോൾ അന്നൊക്കെ ഈ നേർച്ച നടക്കുമ്പോൾ പള്ളിയുടെ മുറ്റത്ത് അടുപ്പുണ്ടാക്കിയിട്ട് ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളൊരു അടുപ്പ് കാണുകയും
അതിൽ നിന്നൊരു കരിക്കട്ട എടുത്തിട്ട് ബീരാങ്ക ഹൗദിൻ്റെ മുകളിൽ 2 വരി പാട്ട് എഴുതിയിട്ടുണ്ട്. വളരെ രസകരമായ, എന്നാൽ ചിന്തിക്കുന്നവനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന 2 വരി പാട്ട്. ഹൗദിൻ കരയിൽ പാത്തുന്ന പോത്തെ, ഹൗദുൽ കൗസർ കുടിക്കേണ്ട മുത്തേന ബീരാങ്ക എഴുതിയത്. 2 വരി പാട്ട്. ആ പാട്ട് മതി ഒരു മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ, ഒരു മനുഷ്യനെ നന്നാക്കാൻ. 2 വരി പാട്ട് മതി. 1-ാമത്തെ വരിയിൽ ബീരാങ്ക ആ മൂത്രമൊഴിച്ച ആളെ വിളിച്ചത് പോത്തേന്ന, ഹൗദിൻ കരയിൽ പാത്തുന്ന പോത്തെ. 2-ാമത്തെ വരിയിൽ അദ്ദേഹത്തെ അത്രയും സ്നേഹത്തോടുകൂടെ ഹൗദുൽ കൗസർ കുടിക്കേണ്ട മുത്തേ എന്നാ വിളിച്ചത്. ഇത് പാട്ടിന്റെ പ്രത്യേകതയാണ്. പാട്ടിലൂടെ ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയും. പാട്ടിന് ഇങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. ഈ ബദർ പടപ്പാട്ടിൽ തന്നെ ധ്വനിപ്രധാനമാണ് മാപ്പിളപ്പാട്ടുകൾ. മോയിൻകുട്ടി വൈദ്യർ അബൂജഹലിന്റെയും സംഘത്തിന്റെയും അടുത്തുള്ള വാദ്യോപകരണങ്ങളെ കുറിച്ച് ഈ ബദർ പടപ്പാട്ടിൽ പറയുന്നുണ്ട്. ചെലുരിറ്റിരി തത്തിരിറ്റിരി രിരി വിളി കുശലാൽ പെരുവിളി ചെണ്ടടണ്ടട ഉറ്റുടുണ്ടുടുണ്ടു മുട്ടുകളാൽ ഇണയിൽ കൈമണി കിണ്ണിൽ 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 തുടരെ കിണ്ണാരം ചെല്ലക്ക ചെല്ല ചെല്ല ദുഡികൾ ബെമ്പൽ ബെമ്പ് ബെമ്പൽ ദഫ് ധൽ ധൽ ധിൽ 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 ധിൽ. ആ വാദ്യോപകരണങ്ങൾ പറയലോടുകൂടെ അതിൻ്റെ ശബ്ദമടക്കം പാട്ടിൽ മോയിൻകുട്ടി വൈദ്യർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വൈദ്യരുടെ രചനാ വൈഭവമാണ് മഹാകവി എന്ന് വൈദ്യരെ നമ്മൾ വിളിക്കാൻ കാരണം. ചേലുരിറ്റിരി തത്തിരിറ്റിരി രിരി വിളി കുശലാൽ, കുഴയിൽ വിളിക്കുന്ന ശബ്ദം രിരി, അത് അദ്ദേഹം പാട്ടിൽ കൊണ്ടുവരാം. പെരുവിളി ചെണ്ട ഡണ്ടട ഒറ്റ ഡുണ്ടു മുട്ടുകളാൽ, ചെണ്ടന്റെ ശബ്ദം പാട്ടിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇടയിൽ കൈമണി കിണിൽ കിണിൽ കിണിൽ, കൈമണിയുടെ ശബ്ദം കിണിൽ കിണിൽ കിണിൽ. തൊടര കിണ്ണാരം ചെല്ലക്ക ചെല്ല ചെല്ല, കിണ്ണാരത്തിന്റെ ശബ്ദം. ദുഡികൾ ബെമ്പൽ ബെമ്പ് ബെമ്പൽ, ദുഡി എന്ന് പറയുന്ന ആ വാദ്യോപകരണത്തിന്റെ ശബ്ദം. ദഫ് ധൽ ധൽ ധിൽ 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 ധിൽ, ദഫിന്റെ ശബ്ദം. ഇങ്ങനെ പാട്ടിൽ ഓരോ വാദ്യോപകരണത്തിന്റെ ശബ്ദവും മോയിൻകുട്ടി വൈദ്യർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പാട്ടിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇത്തരം കാവ്യങ്ങൾ ബദറാണെങ്കിലും അത് ആവിഷ്കരിക്കാൻ ഏറ്റവും നല്ലത് മലയാളത്തിൽ എഴുതലല്ല, ഇത്തരത്തിലുള്ള അറബി മലയാളത്തിലുള്ള മാപ്പിളപ്പാട്ടുകളായി എഴുതി വെക്കലാണ് എന്നവർ മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതാൻ ഏറ്റവും എളുപ്പവും നല്ലതും പാട്ടുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കിസ്സപ്പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ ശരിക്ക് ആ കളരി അഭ്യാസമുറ അതുപോലെ തന്നെ പറയുന്നുണ്ട്. ഇരുപുറം തഹയ്യറിനാൽ നിലക്കവേ എന്ന് പറയുന്ന പാട്ടിൽ ഇഗൽ ഹംസ ശൈബത്തുമായി തിരക്കവേ ഉരമരി ശരി ഹംസത്താൻ അടുക്കവേ ഒരു ബെട്ട് കൊടൈ ഉടനെ തടുക്കവേ ഈറമുറ്റി കൂട ശൈബ തേക കുത്ത് താൻ ഒഴിത്ത് തേറി ഹംസപ്പാടെ കടുക തലടുത്തിട്ടോൻ തടുത്ത്. ആ കളരി അഭ്യാസ മുറകളാണ് ആ പാട്ടിലൂടെ വൈദ്യർ പറയുന്നത്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ആവിഷ്കരിക്കാനും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും നല്ലത് മാപ്പിളപ്പാട്ടുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കിസ്സപ്പാട്ടുകളും മാലപ്പാട്ടുകളൊക്കെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ എഴുതി വെച്ചിരുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ധാരാളം പാട്ടുകളെക്കുറിച്ച് പറയാനുണ്ട്. KC അഹമ്മദ് കുട്ടിമല്ലയുടെ രസംഗ്രതമാല എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അതിലാണ് അദ്ദേഹം ബദർ കെസ് പാട്ട് എഴുതിയിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം. ഷെയ്ഖുനാക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ്, വന്നാൽ അപ്പം പാടിപ്പിക്കുന്നത്. വമ്പുറ്റ ഹംസാറിയല്ല ചാടി ടെമ്പിയാസ് ബദിൽ മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗദിന്ന് വെള്ളം കുടിക്കുന്നു നാരടാ അംബർ സഫിയുള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരടാ ഖൈറുൽ ബാറ നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. KC അഹമ്മദ് കുട്ടി മുല്ലാക്ക ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ ആണത്വത്തെക്കുറിച്ച് പറയാം. അസ്വദിനോട് നേരിടുന്ന ആ രംഗം അദ്ദേഹം എഴുതുന്നത് വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ. വമ്പന്മാരുണ്ട്, ഇത് പാട്ടിലൂടെ പറയാൻ കഴിയുള്ളൂ. പാട്ടിലൂടെ ഈ ഭാഷയിൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അദ്ദേഹം എഴുതുക, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ, കുമ്പിക്ക് മഹമാദം പൊട്ടിയുള്ളേ മട്ടെ,
കൂറിയ വാക്കിനെ കേട്ട് വേളിപ്പെട്ട് സംസാരിക സരിക പമകരിരിം ഗരിമകരിക തകും ദഗാദിം ദിം 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 ഗിങ്കിണ ചെങ്കുങ്കുള അംഗങ്ങളും തളം തരികിട ജണുദത്ത ദിമികാളി കൊണ്ടാനേ. അസ്വദിനോടുള്ള ആ പോരാട്ടം KC അഹമ്മദ് കുട്ടിമല്ല അദ്ദേഹത്തിൻ്റെ രസംഗ്രതമാലയിൽ വളരെ ഭംഗിയായിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഭാഷയിൽ അത് അതുപോലെ അവതരിപ്പിക്കാൻ പാട്ടുകളിലൂടെയേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം പാട്ടുകളൊക്കെ അന്ന് ജന്മം കൊണ്ടിരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി. ധാരാളം പറയാനുണ്ട്, പിന്നീട് ഒരു അവസരത്തിൽ പറയാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.